പഴയ കൊടിമരം നഷ്ടമായിട്ടില്ല. അഷ്ടദിക്പാലക വിഗ്രഹങ്ങളും 15 പറകളും മറ്റ് ഉരുപ്പടികളുമടക്കം സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. തന്ത്രിക്ക് നൽകിയ വാജിവാഹനം മാത്രമാണ് നഷ്ടമായത് എന്നും കണ്ടെത്തിയിരിക്കുകയാണ്. കൊടിമരത്തിനായി സ്വർണം സമർപ്പിച്ച സിനിമാ താരങ്ങളും വ്യവസായ പ്രമുഖരുമടക്കം 27 പേരുടെയും മൊഴിയെടുക്കാൻ വിജിലൻസിന്റെ നീക്കവും വരികയാണ്. അനന്തകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. അനന്തൻ, അങ്ങനെ ഒരു അനിശ്ചിതത്വം ഒഴിവാകുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ വരുന്നത്? പഴയ കൊടിമരമടക്കം നഷ്ടമായിട്ടില്ല എന്ന സ്ഥിരീകരണം കൂടി വരുമ്പോൾ പ്രജീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അനുബന്ധമായിട്ടാണ് 2017 കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നത്. അതിൽ ഈ കൊടിമര പ്രതിഷ്ഠ 2017 നടത്തുന്നത് തന്നെ അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന കൊടിമരം ഇളക്കി മാറ്റി അതിലെ സ്വർണം തട്ടിയെടുക്കാനാണ് എന്നുള്ളൊരു ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. അപ്പോൾ ദുരുദ്ദേശത്തോടെയാണ് കൊടിമര പ്രതിഷ്ഠ നടത്തിയത്. പഴയ കൊടിമരത്തിലെ സ്വർണം തട്ടിയെടുക്കുക, അതുപോലെ തന്നെ ആ കൊടിമരത്തിലെ മുമ്പുണ്ടായിരുന്ന കൊടിമരത്തിലെ വാജിവാഹനം അത് തന്ത്രിക്ക് അനധികൃതമായി കൈമാറി, അതുപോലെ തന്നെ അതിലെ അഷ്ടദിക്പാലകരുടെ പ്രതിമകൾ എങ്ങോട്ട് പോയി, അതിലെ പറകൾ എങ്ങോട്ട് പോയി എന്നതൊക്കെ സംബന്ധിച്ച് വലിയ ദുരൂഹതയും സംശയങ്ങളും ഒക്കെ ആയിരുന്നു ഇതുവരെ. അപ്പോൾ ആ സംശയങ്ങൾക്ക് ഒരു സ്ഥിരീകരണവും അല്ലെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, പഴയ കൊടിമരത്തിലെ മുഴുവൻ ഉരുപ്പടികളും, അതായത് വാജിവാഹനം ഒഴിച്ചുള്ള മുഴുവൻ ഉരുപ്പടികളും ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നാണ്. അതിൽ വാജിവാഹനം മാത്രമാണ് ആ സ്ട്രോങ് റൂമിൽ ഇല്ലാത്തത്. അത് പിന്നീട് തന്ത്രിക്ക് കൈമാറിയെന്ന് കണ്ടെത്തുകയും തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ആ വാജിവാഹനം SIT റെയ്ഡിൽ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 പറകൾ, പഴയ കൊടിമരത്തിലെ 15 പറകൾ, അതുപോലെ തന്നെ അഷ്ടദിക്പാലകരുടെ പ്രതിമകളും പീഠം ഉൾപ്പെടെ ഈ സ്ട്രോങ് റൂമിലുണ്ട്. ലസൂനം 2, മകരത്തല 2, മണിക്കുടം, മലർത്തു പത്മം, വീരകാന്ഡം, അങ്ങനെ 28 ഉരുപ്പടികളാണ്. ആ കൊടിമരവുമായി ബന്ധപ്പെട്ട് 28 ഉരുപ്പടികളാണ് ഈ സ്ട്രോങ് റൂമിലുള്ളത്. അപ്പോൾ വാജിവാഹനം ഒഴിച്ച ആ കൊടിമരത്തിന്റെ മിക്ക ഭാഗങ്ങളും അവിടെ ഉണ്ട് എന്ന് വ്യക്തമാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാന പ്രശ്നം, ഇതിൽ ഈ കൊടിമരം അഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മഹസറിൽ 3 സ്വർണ്ണ ആലിലകൾ കൂടി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ സ്ട്രോങ് റൂമിൽ 2 ആലിലേ ഉള്ളൂ. 1 ആലില എവിടെയോ നഷ്ടമായിട്ടുണ്ട്. അതാരെങ്കിലും എടുത്തതാണെങ്കിൽ അത് കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ടിനൊപ്പം ദേവസ്വം വിജിലൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ അപ്പോൾ 2017 കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ആ കൊടിമരത്തിൻ്റെ അന്വേഷണം നടക്കാനുള്ള കാര്യം, ഈ പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ അതിൽ വന്നേക്കുന്ന സ്വർണം അത് ഫീനിക്സ് ആണ് സ്പോൺസർ ചെയ്തത്. അവരതിന് 3,20,30,000 രൂപ അടച്ചതാണ്. അതിൽ 2,93,00,000 രൂപയ്ക്ക് സ്വർണം കസ്റ്റംസിൽ നിന്ന് വാങ്ങിച്ചു. ബാക്കി ഭക്തർ കുറെ സ്വർണം സമർപ്പിച്ചു. അതിൽ 27 ഭക്തർ, പ്രമുഖരടക്കമുള്ള ഭക്തർ സമർപ്പിച്ച സ്വർണത്തിന്റെ കണക്ക് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ചുമതലപ്പെടുത്താത്ത അഭിഭാഷക കമ്മീഷണറാണ് ഈ സ്വർണമെല്ലാം ഏറ്റുവാങ്ങിയത്. അത് ദേവസ്വം തിരുവാഭരണം കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്തു. പക്ഷേ ആരൊക്കെ എത്ര സ്വർണം തന്നു എന്നതിന് ഒരു കണക്കുമില്ല. ആ കണക്ക് കിട്ടിയാൽ മാത്രമേ കൊടിമര നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂ. അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ് വിജിലൻസിനെ നിയമിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് വിജിലൻസ് അങ്ങനെ 27 പേരുടെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 27 പേരെന്ന് പറയുമ്പോൾ അതിൽ സുരേഷ് ഗോപി, മോഹൻലാൽ, രഞ്ജീവ് പണിക്കർ, കരമന സുധീർ, അതുപോലെ തന്നെ ദേവൻ, ഷാജി കൈലാസ്, ഒപ്പം പ്രിയദർശൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകരാണ്. അതിനൊപ്പം തന്നെ ഭീമ അടക്കമുള്ള വ്യവസായ പ്രമുഖരുമുണ്ട്. അങ്ങനെ നിരവധി 27 പേരുണ്ട് ഈ ലിസ്റ്റിൽ. അപ്പോൾ ഈ 27 പേരെയും കണ്ടെത്തി അവരൊക്കെ എത്ര സ്വർണം സമർപ്പിച്ചു എന്ന് അവരോട് ചോദിക്കും. അവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം 30 ദിവസത്തിനകം ഒരു റിപ്പോർട്ട് സ്റ്റേറ്റ് വിജിലൻസിന്റെ പ്രത്യേക സംഘം സമർപ്പിക്കും. അപ്പോൾ അതിൽ ആ അന്വേഷണത്തിൽ, പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ FIR രജിസ്റ്റർ ചെയ്തുള്ള വിജിലൻസ് അന്വേഷണം ഉണ്ടാകും. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പഴയ കൊടിമരം നഷ്ടപ്പെട്ടില്ല. അഷ്ടദിക്പാലകർ അടക്കം ആ വിഗ്രഹങ്ങളടക്കം സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് സ്ഥിരീകരിക്കുന്നു. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതി.